പ്പെടുന്നതാണ് എന്നിട്ട് പറയാണ്, മൃഗങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു തുള്ളി മഴ പോലും അവർക്ക് ലഭിക്കുമായിരുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ നാം ഇപ്പോൾ വായിക്കുന്ന ഫസ്ൽ ളററു ദുനൂബി വൽ മആസി, പാപങ്ങളുടെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന്റെ ദോഷങ്ങൾ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ചില ഹദീസുകളും അസറുകളുമാണ്. അതിലടുത്തത് വഫീ സുനൻ ഇബ്നു മാജ മിൻ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ബിൻ ഖത്താബ് ഖാല കുൻതു ആശിറ അശ്റത റഹ്തിൻ മിനൽ മുഹാജിരീന ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മുഹാജിറുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഒരു സമയം. ഫഅഖ്ബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിവജ്ഹിഹി, ഞങ്ങളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഗൗരവത്തിൽ, മുഖം ഗൗരവത്തിലായിക്കൊണ്ട് ഞങ്ങളുടെ അടുക്കൽ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മഅശറൽ മുഹാജിരീൻ, എ മുഹാജിരീങ്ങളെ, ഖംസു ഖിസാലിൻ വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങൾ നിങ്ങളിൽ ബാധിക്കുന്നത്, നിങ്ങളിൽ സംഭവിക്കുന്നതിനെ തൊട്ട് ഞാൻ അല്ലാഹുവിനോട് രക്ഷ തേടുകയാണ്. മാ വഹറത്തിൽ ഫാഹിശതു ഫീ ഖൗമിൻ ഹത്താ അഅലനൂ ബിഹാ ഇല്ലാ ബതുലൂ ബിത്തവാഈൻ വൽ ഔജാഇ അല്ലതി ലം തകുൻ ഫീ അസ്ലാഫിഹിം അല്ലദീന മദൗ. മാ വഹറത്തിൽ ഫാഹിശതു ഫീ ഖൗമിൻ, ഒരു സമൂഹത്തിൽ വ്യഭിചാരം പോലെയുള്ള തിന്മകൾ വ്യാപിക്കുന്നില്ല. ഹത്താ അഅലനൂ ബിഹാ, അതവർ ആളുകളുടെ മുമ്പിൽ പരസ്യമായി അറിയിക്കുന്ന, കാണിക്കുന്ന അവസ്ഥ എത്തും. അങ്ങനെ എത്തിയാൽ ഇല്ലാ ബതുലൂ ബിത്തവാഈൻ വൽ ഔജാ, അവർക്ക് പല രീതിയിലുള്ള പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ, അതല്ലെങ്കിൽ രോഗങ്ങൾ, അല്ലതി ലം തകുൻ ഫി അസ്ലാഫിഹിമുൽ ലദീന മളൗ, അവരുടെ കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ കേൾക്കാത്ത, അറിയാത്ത പകർച്ചവ്യാധികളെ കൊണ്ട് അവരിൽ പരീക്ഷിക്കപ്പെടുന്നതാണ്. അവരതുപോലെയുള്ള രോഗങ്ങൾ അവരിൽ സംഭവിക്കുന്നതാണ്. വലാ നഖസ ഖൗമുൻ അൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ബതുലൂ ബിസ്സിനീൻ വശിദ്ദത്തിൽ മുഅനതി വജൗരിസ് സുൽത്താൻ, അവർ അളവിലും തൂക്കത്തിലും കുറവ് കാണിക്കുക, കൃത്രിമം കാണിക്കുകയാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും വർഷങ്ങളോളം പരീക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ അക്രമിയായ ഭരണാധികാരിയെ അവരുടെ മേലെ അള്ളാഹു ആക്കുകയും ചെയ്യും. വമാ മനഅ ഖൗമുൻ സകാത്ത് അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖത്റ മിനസ് സമാ ഫലൗലാ അൽ ബഹായിമു ലം യുംതറു, അവർ സക്കാത്ത്, അവരുടെ സമ്പത്തിൽ നിന്നുള്ള സക്കാത്ത് നൽകാതെ അത് പിടിച്ചു വെച്ചാൽ, അത് തടഞ്ഞാൽ ആകാശത്ത് നിന്ന് അവർക്ക് മഴ തടയപ്പെടുന്നതാണ്. എന്നിട്ട് പറയാണ്, മൃഗങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു തുള്ളി മഴ പോലും അവർക്ക് ലഭിക്കുമായിരുന്നില്ല. മൃഗങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്കുള്ള മഴയെങ്കിലും ലഭിക്കും. വലാ ഖഫറ ഖൗമുൻ അൽഅഹദ ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവ്വൻ മിൻ ഗൈരിഹിം, അവർ അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ അല്ലെങ്കിൽ പരസ്പരമുള്ള കരാറുകൾ ലംഘിക്കുകയാണെങ്കിൽ അവരുടെ പുറത്തു നിന്നുള്ള ശത്രുവിന്റെ അവരുടെ മേൽ അധികാരം നൽകും, ആ ശത്രു അവരെ കീഴ്പ്പെടുത്തും. ഫഖദു ബഅള മാ ഫി ഐദീഹിം, അങ്ങനെ അവരുടെ കയ്യിലുള്ളതിനെ ആ ശത്രുക്കൾ എടുക്കും. വമാ ലം തഅമൽ അഇമ്മതുഹും ബിമാ അൻസലല്ലാഹു ഫി കിതാബിഹി ഇല്ലാ ജഅല അല്ലാഹു ബഅസഹും ബൈനഹും, അവരുടെ ഭരണാധികാരികൾ അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച് അവരുടെ ഇടയിൽ നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ അവരുടെ ഇടയിൽ ശത്രുതയും അതുപോലെയുള്ള കുഴപ്പങ്ങളും ഉണ്ടാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. സഹോദരങ്ങളെ, ഇത് ഓരോ തിന്മകളുടെയും അനന്തരഫലങ്ങൾ ഈ ആകാശഭൂമികളിൽ ഉണ്ടാകുന്നതാണ്. കാരണം കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. നമ്മുടെ സ്വന്തത്തിലാവട്ടെ ആകാശഭൂമികളിലാവട്ടെ എല്ലാ കാര്യത്തിന്റെയും നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടും അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ടും നമുക്കൊന്നും ദുനിയാവിൽ നേടാൻ പറ്റില്ല. അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും നേടണമെങ്കിൽ, ലഭിക്കണമെങ്കിൽ അത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ തിന്മക്കും അതിന്റെ ദോഷങ്ങൾ ഉണ്ടാകും. അതിൽ ചില ദോഷങ്ങൾ മാത്രമാണ് ഇവിടെ
പറഞ്ഞിട്ടുള്ളത്. وذكر الحميدي عن سفيان بن عيينة مثل أثر بريان قال حدثني سفيان بن سعيد المسعر أن ملكا أمر أن يخسف بقرية ഒരു മലക്കിനെ അള്ളാഹു ഒരു നാടിനെ തിന്മയിൽ മുഴുകിയ ഒരു നാടിനെ ആഴ്ത്തിക്കളയാൻ വേണ്ടി കൽപ്പിച്ചു. فقال يا رب അപ്പോൾ മലക്ക് പറഞ്ഞു റബ്ബേ ഇന്ന ഫീഹാ ഫുലാനുൽ ആബിദ് അതിലൊരു ആബിദ് ആയിട്ടുള്ള അടിമയുണ്ട്, നിന്നെ അനുസരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന അടിമയുണ്ട്. فأوحى الله إليه അള്ളാഹു മലക്കിനോട് പറഞ്ഞു അൻ ബിഹി ഫഅബ്ദ فإنه لم يتمعر وجهه في ساعة قط അവനെ തൊട്ട് തന്നെ അത് ആരംഭിച്ചു കൊള്ളുക നശിപ്പിക്കൽ. കാരണം അവൻ അള്ളാഹുവിന് വേണ്ടി ഒരു നിമിഷം പോലും ആ തിന്മകൾക്കെതിരെ അവന്റെ മുഖം തിരിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായി. അതായത് ഒരു സമൂഹത്തിൽ ശിക്ഷ ഇറങ്ങുമ്പോൾ അതിൽ ആളുകൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ ദോഷം മൊത്തത്തിൽ തന്നെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമായിരിക്കും. മറ്റൊരു അവസരത്തിൽ കാണാം വദക്കർ ഇബ്നു അബി ദുനിയ അൻ അനസ് ഇബ്നു മാലിക് അന്നഹു ദഖല അലാ ആയിഷത വഹുവ വറജുലുൻ ആഖർ. ഒരിക്കൽ അനസ് ഇബ്നു മാലിക്കും മറ്റൊരാളും കൂടി ആയിഷ ബിയുടെ അടുക്കൽ പോവാ. ഫഖാല ലഹാ അർറജുൽ അപ്പോൾ ഒപ്പമുള്ള വ്യക്തി ആയിഷ ബിയോട് ചോദിച്ചു യാ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ മാതാവേ ഹദ്ദിസീന അനിസ് സൽസല ഈ ഭൂമി കുലുക്കം സൽസല ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് ഞങ്ങൾ അറിയിക്കണം പറഞ്ഞു. ഫഖാലത്ത് അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഇദസ്തബാഹു അസ്സിന സിനയെ വ്യഭിചാരത്തെ നിങ്ങൾ അനുവദനീയമായി കാണുന്ന ഒരു സമയം. വശരിബു അൽ ഖുമൂർ മദ്യത്തെയും ലഹരിയെയും നിങ്ങൾ യഥാവിധം ഉപയോഗിക്കുന്ന അവസ്ഥ. വബറബു ബിൽ മആസിബി സംഗീതത്തിന്റെ ഉപകരണങ്ങൾ അത് ഉപയോഗിച്ച് അതിൽ മുഴുകുന്ന അവസ്ഥ. ഗാറല്ലാഹു ഫീ സമാഇഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് അല്ലാഹുവിന്റെ രോഷമുണ്ടാകുന്നതാണ്. ഫഖാല ലിൽ അർദ് ഭൂമിയോട് അല്ലാഹു പറയും തസൽസലി ബിഹിം ഈ ആളുകളെ കൊണ്ട് ഭൂമിയോട് കുലുങ്ങിക്കോളാൻ പറയും. ഫൈൻ താബു വനസഉ അവർ തൗബ ചെയ്ത് മടങ്ങിയാൽ അവർ അതിൽ നിന്ന് ഒഴിവാകും. വഇല്ല ഹദ്ദിമീഹ അലൈഹിം അതല്ലെങ്കിൽ അവരെ അതുകൊണ്ട് നശിപ്പിക്കാൻ തകർത്ത് കളയാൻ പറയും. ഖാല അപ്പോൾ ചോദിച്ചു യാ ഉമ്മുൽ മുഅ്മിനീൻ അദാബൻ ലഹും അത് അവർക്കുള്ള ശിക്ഷയാണോ എന്ന് ചോദിച്ചപ്പോൾ ഖാലത്ത് അവർ പറഞ്ഞു ബൽ മൗഇളതൻ വറഹ്മതൻ ലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക് അതൊരു കാരുണ്യവും ഉപദേശവുമായിരിക്കും ഓർമ്മപ്പെടുത്തലുമായിരിക്കും. വനകാലൻ വഅദാബൻ വസഖതൻ അൽ കാഫിരീൻ കുഫാറുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുമായിരിക്കും അത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ തിന്മകൾക്കും അതിന്റെ അനന്തരഫലങ്ങൾ ഈ ഭൂമിയിലും അതുപോലെ തന്നെ മറ്റു ചുറ്റുപാടിലുമെല്ലാം കാണാനുണ്ടാകും. അതുപോലെ ഇമാം അഹ്മദ് അദ്ദേഹം പറയുന്നുണ്ട് സഫിയ ബീവിയിൽ നിന്ന് ഖാലത്ത് സുൽസിലത്തിൽ മദീനത്തു അലാ അഹ്ദി ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് മദീനയിൽ ഒരു ഭൂമി കുലുക്കമുണ്ടായി. ഫഖാല അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു യാ അയ്യുഹന്നാസ് ജനങ്ങളെ മാ ഹാദാ ഇതെന്താണ് മാ അസ്റഅ മാ അഹ്ദസ്തും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇത്ര പെട്ടെന്ന് പുതുതായി ഉണ്ടാക്കിയിട്ടുള്ളത് അഥവാ ദീനിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ലൈൻ ആദത് ലാ ഉസാകിനുകും ഫീഹാ ഇതിലേക്ക് നിങ്ങൾ വീണ്ടും മടങ്ങുന്ന അവസ്ഥയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ താമസിക്കുകയില്ല എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതായത് ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്, പാപങ്ങളുടെ ഫലങ്ങളുമാണ്. വഖാല കഅബുൻ ഇന്നമാ തുസൽസലുൽ അർദു ഇദാ ഉമില ഫീഹാ ബിൽ മആസി ഫതർഉദു ഫറഖൻ മിനർ റബ്ബി ജല്ല ജലാലുഹു യത്തലി അലൈഹാ ഭൂമി കുലുങ്ങുന്നത് ആളുകളുടെ തിന്മകളുടെ അനന്തരഫലമായിരിക്കും എന്ന് പറയാം. അപ്പൊ സഹോദരങ്ങളെ പാപങ്ങളെ നമ്മൾ നിസ്സാരമായി കാണരുത്. എത്ര ചെറുതാണെങ്കിലും നമ്മൾ പാപങ്ങളുടെ നിസ്സാരതയിലേക്കല്ല നോക്കേണ്ടത്. സലഫുകൾ പറയാറുള്ളത് പോലെ ലാ തൻദുർ ഇലാ സിഗരിദ്ദം പാപം എത്ര ചെറുതാണ് എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്. ഉൻദുർ ഇലാ അഅമതി മൻ അസൈത നീ ധിക്കരിക്കുന്നവന്റെ അളമത്തിലേക്ക് മഹത്വത്തിലേക്കാണ് നീ നോക്കേണ്ടത്. എത്ര ചെറിയ കാര്യമാണെങ്കിലും നീ ആരെയാണ് ധിക്കരിക്കുന്നത് എന്ന് നീ നോക്കണം. മറ്റൊരു സംഭവം വകതബ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇലൽ അംസാർ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ആലിമും ജാഹിദുമായിരുന്ന ഖലീഫയായിരുന്ന ഇസ്ലാമിക ലോകത്ത് വളരെയധികം വിശാലമായ ഭരണം നടത്തിയ ഭരണാധികാരിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലുള്ള മറ്റുള്ള നാടുകളിലെ ഭരണാധികാരികൾക്ക് ഗവർണർമാർക്കെല്ലാം ഒരിക്കൽ കത്തെഴുതി അമ്മാ ബഅദു ഫഇന്ന ഹാദ الرجف شيء يعاتب الله به العباد ഈ ഭൂമി കുലുക്കം പോലെയുള്ള ഈ കാര്യങ്ങൾ ഇതെല്ലാം അല്ലാഹു അടിമകളെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അടിമകൾക്ക് താക്കീത് നൽകുന്ന കാര്യമാണ്. വഖദ് കതബ്തു ഇലൽ അംസാർ അൻ യഖ്റുജു ഫി യൗമിൻ കദാ വകദാ ഫി ഷഹ്റിൻ കദാ വകദാ
ഞാനിതാ ഈ നാട്ടുകാർക്ക് എഴുതുന്നു, ഇന്നാലിന്ന ദിവസത്തിൽ ഇന്നാലിന്ന മാസത്തിലെല്ലാം അവർ പുറത്തിറങ്ങുകയും ഫമൻ കാന ഇൻദഹു ഷൈഉൻ ഫലിയതസദ്ദഖ് ബിഹി, അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ അവരിലുണ്ടെങ്കിൽ അവരതുകൊണ്ട് സദഖ ചെയ്യുകയും ചെയ്യട്ടെ. ഫഇന്ന അല്ലാഹ യഖൂൽ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അഅലയിൽ, ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല, ആരാണോ സ്വന്തത്തെ നന്നാക്കിയവൻ അവൻ വിജയിച്ചു, അള്ളാഹുവിനെ സ്മരിച്ചവനും നമസ്കാരം നിലനിർത്തിയവനും. വഖൂലു കമാ ഖാല ആദം, ആദം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ നിങ്ങൾ പറയുക. എന്താണ്? സൂറത്തുൽ അറാഫിലെ ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന മിനൽ ഖാസിരീൻ. മനുഷ്യന്റെ ആദ്യത്തെ പ്രാർത്ഥനയാണ്, മനുഷ്യന്റെ ആദ്യത്തെ തേട്ടാണ്. അത് തന്നെ ഇസ്തിഗ്ഫാർ കൊണ്ടാണ്, തൗബ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ, ആദം നബിയും ഹവ്വാ ബീവിയും കൂടി പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തത്തിനോട് ദുൽമു ചെയ്തു റബ്ബേ, വഇൻ ലം തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തന്നിട്ടില്ല എങ്കിൽ, വതർഹംനാ, ഞങ്ങളോട് കാരുണ്യം കാണിച്ചില്ല എങ്കിൽ, ലനകൂനന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അത് പറയാൻ പറഞ്ഞു. വഖൂലു കമാ ഖാല നൂഹ്, എന്നിട്ട് പറഞ്ഞു നൂഹ് നബി പറഞ്ഞതുപോലെ പറയാൻ സൂറത്തുൽ ഹൂദിൽ, വഇല്ലാ തഗ്ഫിർ ലി വതർഹംനി അകും മിനൽ ഖാസിരീൻ, റബ്ബേ നീ എനിക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ, നീ എന്നോട് കാരുണ്യം കാണിച്ചിട്ടില്ല എങ്കിൽ ഞാൻ നഷ്ടക്കാരിൽ ഉൾപ്പെടും. വഖൂലു കമാ ഖാല യൂനുസ്, അല്ലെങ്കിൽ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ നിങ്ങൾ പറയുക സൂറത്തുൽ അംബിയായിലെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇതുപോലെ ഇസ്തിഗ്ഫാറിന്റെയും അതുപോലെ തന്നെ തൗബയുടെയും അള്ളാഹുവിനോട് റഹ്മത്ത് തേടുന്നതിന്റെയും ദുആകൾ നിങ്ങൾ തേടുക, ഇതുപോലെയുള്ള ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിന്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കീഴിലുള്ള നാടുകൾക്ക് കത്തെഴുതി കൊടുക്കുക. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. എല്ലാവിധ ഖൈറും എല്ലാവിധ ഇസ്സത്തും എല്ലാവിധ ബറക്കത്തും അത് അള്ളാഹുവിനുള്ള ത്വാഅത്ത് കൊണ്ടാണ്. നമുക്ക് ബാധിക്കുന്ന എല്ലാവിധ ദോഷങ്ങളുടെയും അടിസ്ഥാന കാരണം നാം അള്ളാഹുവിനെ ധിക്കരിക്കുന്നതും കൊണ്ടാണ്. അതുകൊണ്ട് പാപങ്ങൾക്ക് വലിയ അനന്തര ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോഴാവൂല. ഇതിൽ തന്നെ ഈ കിതാബിൽ തന്നെ പറയുന്ന വെച്ച് ചില അസറുകളിൽ ഇന്ന് ചെയ്യുന്ന തിന്മക്ക് ഇന്നാവില്ല. ചില സലഫുകൾ പറയാറുണ്ട്, ഞാൻ ഇന്ന് 40 വർഷത്തിന് ശേഷം അവർ പഠിച്ച ഖുർആൻ മുഴുവൻ മറന്നുപോയി. അങ്ങനെ അവർ പറയും, ഞാൻ 40 കൊല്ലം മുമ്പ് ചെയ്തൊരു തിന്മയുടെ അനന്തര ഫലമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് അനുഭവിച്ചോളുന്നില്ല, പക്ഷെ 10, 20, 30, 40 വർഷത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഇന്ന് ചെയ്തൊരു തിന്മയുടെ ഫലം നമ്മുടെ ജീവിതത്തിൽ വരിക. വഖാല ഇമാം അഹ്മദ്, മറ്റൊരു ഹദീസ്, حدثنا أسود بن عامر حدثنا أبو بكر عن الأعمش عن عطاء بن أبي رباح عن ابن عمر قال سمعت رسول الله صلى الله عليه وسلم يقول, صلى الله عليه وسلم പറഞ്ഞു, إذا ظن الناس بالدينار والدرهم, ജനങ്ങൾ ദീനാറും ദിർഹമും പിശുക്കി പിടിക്കുന്ന അതെല്ലാം ഒരു കൂട്ടുന്നതിൽ മാത്രം മുഴുകുന്ന അവസ്ഥയിലാകുമ്പോൾ, വതബായഉ ബിൽ ഐന, ഐനത്ത് കച്ചവടം നടത്തുമ്പോൾ, ഐനത്ത് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു പലിശ രൂപമാണ്, പലിശയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന രൂപം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ രണ്ടാളുകൾ സെയ്ദും അമ്രും ഉണ്ട് വിചാരിക്കുക. അപ്പൊ സെയ്ദിന് കുറച്ച് പണം ആവശ്യമുണ്ട്. അപ്പോ അമ്രിന്റെ കയ്യിൽ പണം ഉണ്ട്, പക്ഷെ അമ്രാണെങ്കിൽ പലിശ അമ്രിന് കിട്ടണം, എന്നാലാണ് സെയ്ദിന് പണം കൊടുക്കുള്ളൂ. അപ്പോ നേരിട്ട് കടം വാങ്ങി പലിശ വാങ്ങി അത് പലിശയാവും. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, സെയ്ദ് അമ്രിന്റെ കയ്യിൽ നിന്ന്, ഒരു ഉദാഹരണം, അമ്രിന്റെ കയ്യിൽ നിന്ന് ഒരു കാറ് സെയ്ദ് വാങ്ങും. സെയ്ദ് വാങ്ങുന്നത് ഒരു 90,000 രൂപ കൊടുത്തിട്ട് ആ കാറ് വാങ്ങാന്ന് പറയും. പക്ഷെ സെയ്ദ് പറയും, ഞാൻ ഈ പണം 1 മാസത്തിന് ശേഷമാണ് തരുള്ളൂ, 1 മാസത്തിന് ശേഷമാണ് പണം തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് 90,000 രൂപക്ക് ഈ കാറ് ഞാൻ വാങ്ങിയിരിക്കുന്നു എന്ന കച്ചവടം അവരൊരു സ്വപ്നത്തിൽ സാങ്കല്പികമായി ഉണ്ടാക്കും. എന്നിട്ട് അമ്രിന് തിരിച്ച് ഈ കാറ് വെക്കും. അമ്ര് പണം കൊടുക്കും 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ സെയ്ദിന് കൊടുത്തിട്ട് ഈ കാറ് അമ്ര് തിരിച്ചു വാങ്ങും. അപ്പോൾ എന്താ ഉണ്ടായത്? അമ്രിന്റെ കയ്യിലുള്ള 1 ലക്ഷം രൂപ സെയ്ദ് വാങ്ങിയിട്ടുണ്ട്. സെയ്ദ് അങ്ങനല്ല, സെയ്ദ് 1 ലക്ഷം രൂപക്കാണ് ഈ കാറ് സാങ്കല്പികമായിട്ട് വാങ്ങുക. അമ്ര് 90,000 രൂപ കൊടുക്കും. അപ്പോ സെയ്ദിനിപ്പോ അമ്രിന്റെ 90,000 രൂപ കിട്ടിയിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞാൽ സെയ്ദ് അമ്രിന് എത്ര കൊടുക്കണം? 1 ലക്ഷം രൂപ കൊടുക്കണം. 10,000 രൂപ അവിടെ പലിശയുടെ ഇനത്തിൽ. കച്ചവടം എന്താണ്? കച്ചവടം ഒന്നും നടന്നിട്ടില്ല. സാങ്കല്പികമായിട്ട് ഒരു സാധനം വിറ്റു എന്ന് പറയുക മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അവിടെ ഈ പലിശയുടെ ഇടപാട് പലിശ അല്ല, കച്ചവടമാണെന്ന് കാണിക്കാൻ വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് ഐനത്ത് കച്ചവടം എന്ന് പറയുന്നത്. ഇതിന്റെ വേറെ പല രീതികൾ, വേറെ പല പേരുകളിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അല്ലാഹു അഅലം. അപ്പൊ അതുപോലെയുള്ള പലിശയുമായിട്ടുള്ള ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ നിങ്ങൾ മുഴുകിയാൽ,
വതബിഉ അദ്നാബൽ ബഖർ, പശുക്കളുടെ വാലും പിടിച്ച് നിങ്ങൾ നടക്കുകയാണെങ്കിൽ, ഉദ്ദേശം വെറും കൃഷിയും ദുനിയാവും കച്ചവടവും മാത്രമായി നടക്കുകയാണെങ്കിൽ, വതറകു അൽ ജിഹാദ ഫീ സബീലില്ലാഹ്, അവർ ജനങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ഒഴിവാക്കുകയാണെങ്കിൽ, അൻസലല്ലാഹു ബിഹിം ബലാഅൻ ലാ യർഫഉഹു ഹത്താ യുറാജിഉ ദീനഹും, അള്ളാഹു അവരുടെ മേലെ ബലാഉകൾ ഇറക്കും. അള്ളാഹു അത് ഉയർത്തുകയില്ല അവരവരുടെ ദീനിലേക്ക് മടങ്ങാതെ, അവരവരുടെ ദീനനുസരിച്ച്, ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാതെ, അതിലേക്ക് മടങ്ങാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേലെയുള്ള ആ ബലാഉകൾ അള്ളാഹു ഉയർത്തുകയില്ല എന്ന് കാണാൻ സാധിക്കും. വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഹദീസാണിത്. കാരണം നമ്മുടെ ദീന് നമ്മൾ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഖൈറുണ്ടാവില്ല. പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല ഇതിന്റെ യാഥാർത്ഥ്യം. പല ആളുകളും അവര് ഭൗതികമായിട്ടുള്ള വസ്തുക്കളാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം, അതിൽ നമ്മുടെ ഖൈറിന്റെ അടിസ്ഥാനം, നമ്മുടെ പ്രതാപത്തിന്റെ അടിസ്ഥാനം. അത് കുഫാറുകൾ ഇന്ന് പറഞ്ഞു പരത്തി മുഅ്മിനീങ്ങൾക്കുള്ളിൽ പോലും, നല്ല രീതിയിൽ ജീവിക്കുന്ന ഈമാനുള്ള ആളുകളുടെ ഉള്ളിൽ പോലും അവരുടെ ചിന്ത ഈ വസ്തുക്കളിൽ ആശ്രയിക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ ദീനിനെ എത്ര മുറുകെ പിടിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ ദുനിയാവും മറ്റെല്ലാ കാര്യങ്ങളും നന്നാക്കി കൊടുക്കുക. ഇത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതാണ് യാഥാർത്ഥ്യം. വനദറ ബഅദുൽ അംബിയാഇ ബനി ഇസ്രായീൽ ഇലാ മാ യസ്നഉ ബിഹിം ബുഖ്തനസ്സർ ഫഖാല ബിമാ കസബത് ഐദീന സല്ലത്ത്. ചില ബനു ഇസ്രായേലുകളില് അക്രമിയായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ബുഖ്തനസ്സർ എന്ന് പേരുള്ള ഒരു വ്യക്തി, ഭരണാധികാരി. അപ്പോ അന്ന് ബനു ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ചില നബിമാർ അവരുടെ സമൂഹത്തിനോട് എന്താണ് ഈ അക്രമിയായ ഭരണാധികാരി നമ്മിലേക്ക് ഭരിക്കാനുള്ള കാരണം എന്ന് പറയുന്നിടത്ത് പറയാറുണ്ട്, ബിമാ കസബത് ഐദീന, നമ്മുടെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ടാണ്. സല്ലത്ത് അലൈന മൻ ലാ യഅരിഫുക വലാ യർഹമുന, അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങളുടെ മേലെ നിങ്ങളോടൊരു കാരുണ്യവും കാണിക്കാത്ത ഭരണാധികാരിയാക്കിയത്. മറ്റൊരു അസറിൽ കാണാം, വഖാല ബുഖ്തനസ്സർ ലി ദാനിയേൽ, ദാനിയേൽ എന്നുള്ളത് നബിയാണെന്നാണ്, ബനു ഇസ്രായേൽ ഉണ്ടായിരുന്ന നബിയാണെന്ന് ചരിത്രങ്ങളിൽ കാണാം. അപ്പൊ ഈ ബുഖ്തനസ്സർ എന്നുള്ള ഭരണാധികാരി അക്രമിയാണ്. ഈ നബിയോട് പറഞ്ഞു, മല്ലദീ സല്ലതനി അലാ ഖൗമിക്, എന്താണ് നിങ്ങളുടെ കൗമിന്റെ മേലെ എന്നെ അള്ളാഹു അധികാരപ്പെടുത്താൻ അല്ലെങ്കിൽ എന്റെ കീഴിൽ കീഴ്പ്പെടുത്താനുള്ള കാരണം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഅ്ലമു ഖതീഅതിക് വദുൽമു ഖൗമി അൻഫുസഹും, നിന്റെ തിന്മയുടെ ആധിക്യവും അതിന്റെ ഗൗരവവും എന്റെ സമൂഹം അവരോട് തന്നെ ചെയ്ത ദുൽമു കൊണ്ടുമാണ്. അതായത് തിന്മകൾ മുഴുകിയത് കൊണ്ടുണ്ടാകുന്ന ഒരു അനന്തരഫലമാണ് അക്രമിയായ ഭരണാധികാരിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ അധികാരത്തിലാക്കും എന്നത്. അതുപോലെ കിതാബു സുഹദിൽ ഇമാം അഹ്മദ് കൊടുക്കുന്ന ഒരു അസറിൽ അൻ ഖതാദ റഹിമഹുല്ലാഹ് ഖാല മൂസ അലൈഹിസ്സലാം, ഒരിക്കൽ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബി, റബ്ബേ, അൻത ഫിസ് സമാ വനഹ്നു ഫിൽ അർദ്, നീ ആകാശത്താണ് ഞങ്ങൾ ഭൂമിയിലാണ്. വനഹ്നു ഫമാ അലാമതു ഗളബിക മിൻ റിളാക്, നീ തൃപ്തിപ്പെട്ടിട്ടില്ല, നീ കോപിച്ചിരിക്കുകയാണ് എന്നതിന്റെ അലാമത്തുകൾ, അടയാളങ്ങൾ എന്താണെന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഇദസ്തഅമൽതു അലൈക്കും ഖിയാറുക്കും ഫഹുവ മിൻ അലാമതി റിളാഇ അലൈക്കും, നിങ്ങളുടെ മേലെ ഭരണാധികാരിയായിട്ട് നിങ്ങളിലുള്ള നല്ല ആളുകളെ ഞാൻ ആക്കുന്നുണ്ട് എങ്കിൽ അത് എന്റെ തൃപ്തിയുടെ അടയാളമാണ്. വഇദസ്തഅമൽതു അലൈക്കും ശിറാറക്കും ഫഹുവ അലാമത്തു സുഖ്തി അലൈക്കും, ഞാൻ നിങ്ങളുടെ മേലെ ആക്കുന്നത് ഷർറ് നിറഞ്ഞ ആളുകളെയാണെങ്കിൽ അതെന്റെ കോപത്തിന്റെ അടയാളവുമാണ് എന്ന് പറഞ്ഞ അസർ കാണാം. ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ എല്ലാം ആശയം എന്താണ്? അക്രമിയായ ഭരണാധികാരികൾ നമ്മുടെ മേലെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തിന്മയുടെ അനന്തരഫലമായിരിക്കും. മറ്റൊരു ഹദീസ് പാപങ്ങളുടെ അനന്തരഫലങ്ങൾ അറിയിക്കുന്ന തൊബ്രാനി അദ്ദേഹത്തിന്റെ മുഅ്ജമിൽ ഉദ്ധരിച്ചിട്ടുള്ള من حديث سعد بن جبير عن ابن عباس رضي الله عنه قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ما طفف قوم كيلا ولا بخسوا ميزانا إلا منعهم الله القطر, ആരെങ്കിലും അളവിലും തൂക്കത്തിലും ഒരു സമൂഹം അവർ കൃത്രിമം കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അവരുടെ മേലെ മഴ തടയും. വമാ വഹറ ഫീ ഖൗമി സിന ഇല്ലാ വഹറ ഫീഹിമുൽ മൗത്ത്, ഒരു സമൂഹത്തിൽ വ്യഭിചാരം പ്രകടമായാൽ അവരിൽ മരണവും വർദ്ധിക്കും. വമാ വഹറ ഫീ ഖൗമി റിബ ഇല്ലാ സല്ലല്ലാഹു അലൈഹിമുൽ ജുനൂൻ, ഒരു സമൂഹത്തിൽ പലിശ അധികരിച്ചു കഴിഞ്ഞാൽ അവരിൽ എന്താവും? ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ വർദ്ധിക്കും.
ولا ظهر في قوم القتل يقتل بعضهم بعضا إلا سلط الله عليهم عدوهم. അവരിൽ കൊലപാതകം വർദ്ധിച്ചു കഴിഞ്ഞാൽ, പരസ്പരം കൊല്ലുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ ശത്രുവിനെ അവരുടെ മേൽ അധികാരം നൽകും. ولا ظهر في قوم عمل قوم لوط إلا ظهر فيهم الخصم. ആരെങ്കിലും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമിന്റെ പ്രവർത്തനം അഥവാ ലിവാത്ത്, സ്വർഗരതി, അതൊരു സമൂഹത്തിൽ പ്രകടമായാൽ അവരിൽ ഭൂമിയിൽ അവരെ ആഴ്ത്തിക്കളയുന്നത് വർദ്ധിക്കും. وما ترك قوم الأمر بالمعروف والنهي عن المنكر إلا لم ترفع أعمالهم ولم يسمع دعاؤهم. അവരുടെ സമൂഹത്തിൽ നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും സമൂഹം ഒഴിവാക്കി കഴിഞ്ഞാൽ അവരുടെ അമലുകൾ ഉയർത്തപ്പെടാത്ത, അവരുടെ ദുആകൾ ഉത്തരം ചെയ്യപ്പെടാത്ത, കേൾക്കപ്പെടാത്ത അവസ്ഥ അവരുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇതെല്ലാം തിന്മയുടെ അനന്തരഫലങ്ങളാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ നാം ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. വഖാൽ അംരിയു സാഹിദ്, സലഫുകളിൽപ്പെട്ട അംരിയെ പറയുകയാണ്, ഇന്ന മിൻ ഗഫ്ലതി അൻ നഫ്സിക്, നിന്റെ സ്വന്തത്തിലുള്ള അശ്രദ്ധയുടെ ഒരു അടയാളമാണ്, വഇറാദിക അനില്ലാ, അല്ലാഹുവിൽ നിന്ന് നീ തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നതിന്റെ അടയാളമാണ്, അൻ തറാ മാ യുസ്ഖതുല്ലാഹ ഫതതജാവസഹു, അല്ലാഹുവിനെ കോപിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നത് നീ കാണുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ ലംഘിക്കുന്നത് നീ കാണാൻ. ഫലാ തഅ്മുറു ഫീഹി, പക്ഷെ നീ അതിൽ കൽപ്പിക്കുന്നില്ല. വതൻഹാ അൻഹു, നീ ഒരു തെറ്റ് കണ്ട് അതിനെ വിരോധിക്കുന്നില്ല. ഖൗഫൻ മിമ്മാ ലാ യംലികു ലിനഫ്സിഹി ദർറൻ വലാ നഫ്ആ, നിനക്കൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ആളുകളെ ഭയപ്പെട്ടുകൊണ്ട്, അഥവാ സൃഷ്ടികളെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ കൽപ്പിക്കാതിരിക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വിരോധിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് നിന്റെ അശ്രദ്ധയുടെയും അള്ളാഹുവിൽ നിന്ന് നീ തെറ്റിപ്പോയതിന്റെയും അടയാളമാണ് എന്ന് കാണാം. അതുപോലെ തന്നെ മറ്റൊരു അസറിൽ, മൻ തറക്കൽ അംറ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, ആരെങ്കിലും നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും ഒഴിവാക്കിയാൽ, മഖാഫതൻ മിനൽ മഖ്ലൂഖീൻ, സൃഷ്ടികളെ ഭയപ്പെട്ടുകൊണ്ട് നുസിഅത് മിൻഹു തആ, അവന്റെ അനുസരണം അവനിൽ നിന്ന് ഒഴിവാകും. വലു അമറ വലദഹു, അവനിലുള്ള അനുസരണം അവനിൽ നിന്ന് ഒഴിവാകും. വലു അമറ വലദഹു ഔ ബഅള മവാലിഹ ലസ്തഖഫ ബിഹഖ്ഹിഹി, അവന്റെ മകനോടും അവന്റെ അടിമകളോടും അവൻ കൽപ്പിച്ചാൽ പോലും അവരൊരു വില കൊടുക്കൂല. അതായത് അവൻ അള്ളാഹുവിന് വേണ്ടി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാതിരുന്നാൽ അവനെ ആളുകൾ, അവന്റെ കീഴിലുള്ള ആളുകൾ അനുസരിക്കുന്നതിൽ നിന്ന് അവൻ ഒഴിവാകും. അവന് പിന്നെ ഒരു വിലയും അവന്റെ കൽപ്പനകൾക്ക് അവന്റെ കീഴിലുള്ള ആളുകൾ കൊടുക്കാതെ വരും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് ഇമാം അഹ്മദ് ഫി മുസ്നദിഹി മിൻ ഹദീസ് ഖൈസ് ബിൻ അബി ഹാസിം, ഇവിടെ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ആരെങ്കിലും അനുസരിക്കണമെങ്കിൽ, നമ്മുടെ കീഴിലുള്ളവരെ അനുസരിക്കണമെങ്കിൽ ആര് വേണം? അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കണം. ഈ വിഷയത്തിൽ ഇമാം അഹ്മദിന്റെ ചരിത്രത്തിൽ മനോഹരമായിട്ടൊരു സംഭവം കാണാം. ഇമാം അഹ്മദിന്റെ കാലത്ത്, മുമ്പ് പറയാറുണ്ട്, അത് പറഞ്ഞിട്ടുമുണ്ട്, ഇമാം അഹ്മദിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരന് സിഹറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജിന്നുബാധയുണ്ടായി. അപ്പൊ ശിഷ്യന്മാർ ഇമാം അഹ്മദിനോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട്, റുഖ്യ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഇമാം അഹ്മദ് പറഞ്ഞു, എന്റെ ചെരുപ്പ് കൊണ്ടുപോയി കാണിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി അവനോട്, ഈ ജിന്നിനോട്, പിശാചിനോട്, ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പോവാൻ. അങ്ങനെ ശിഷ്യന്മാർ ചെരുപ്പ് കാണിച്ച് പറയുകയും പോവുകയും ചെയ്തു. ഇമാം അഹമ്മദിന്റെ മരണശേഷം വീണ്ടും ഈ യുവാവിന് ഇതുപോലെ പ്രശ്നമുണ്ടായി, അതുപോലെ തന്നെ പിശാചിന്റെ പ്രശ്നമുണ്ടായി. അപ്പോൾ ശിഷ്യന്മാർ ഇമാം അഹമ്മദിന്റെ ചെരുപ്പ് കാണിച്ചിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ പിശാച് തിരിച്ചു പറഞ്ഞ മറുപടിയാണ്, ഇമാം അഹമ്മദിനെ അനുസരിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അനുസരിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം അള്ളാഹുവിനോടുള്ള തഖ്വ കൊണ്ടും അള്ളാഹുവിനോടുള്ള അനുസരണം കൊണ്ടും അദ്ദേഹത്തെ അനുസരിക്കണം എന്നുള്ളത് അവരുടെ മേലെ വരെ നിർബന്ധമായി മാറിയെന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കീഴിലുള്ളവർ നമ്മെ അനുസരിക്കണമെങ്കിൽ നാം എത്രത്തോളം അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ്. ചില മൻ ഖാഫ അല്ലാഹ് അഖാഫ അല്ലാഹു മിൻ കുല്ലി ഷൈ, മൻ ഖാഫ അന്നാസ് അഖാഫഹു അല്ലാഹു മിൻ കുല്ലി ഷൈ. ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവനെ ബാക്കിയുള്ളവരെല്ലാം ഭയപ്പെടും. ആരാണോ ജനങ്ങളെ ഭയപ്പെടുന്നത് അവൻ സ്വന്തം നിഴലിനെ പോലും എല്ലാത്തിനെയും കണ്ട് അവന് ഭയം കൊള്ളേണ്ടി വരും. അള്ളാഹുവിനെ അനുസരിക്കുന്നതാണ് എല്ലാ ഇജ്ജത്തിന്റെയും അടിസ്ഥാനം. അപ്പൊ ഈ ഹദീസ് അബൂബക്കർ സിദ്ദീഖ്, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നകും തത്ലൂന ഹാദിഹിൽ ആയ, നിങ്ങൾ ഈ ആയത്ത് പാരായണം ചെയ്യുന്നു, വഇന്നകും തദഊനഹാ അലാ ഗൈരി മൗദിഇഹാ, പക്ഷെ നിങ്ങൾ ആയത്ത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളത് മനസ്സിലാക്കേണ്ട പോലെയല്ല.
തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞു. ഏതാണ് ആയത്ത്? സൂറത്തുൽ മാഇദയിലെ 105-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, അലൈക്കും അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക. ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും, നിങ്ങൾ നേരായ മാർഗത്തിലാണെങ്കിൽ, ഹിദായത്തിലാണെങ്കിൽ പിഴച്ച ഒരു കൂട്ടരും നിങ്ങൾക്കൊരു ദോഷവും വരുത്തൂല. ഈ ആയത്ത് സ്വാഭാവികമായിട്ടും കേട്ടാൻ തോന്നുക അവനവന്റെ കാര്യം നോക്കി അറിഞ്ഞാൽ മതി, ബാക്കിയുള്ളവരുടെ കാര്യം നോക്കണ്ടെന്നാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇതിങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയ തെറ്റായ രീതിയിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആനിന്റെ ആയത്തുകളെ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിന്റെ ആശയം യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. കേവലം അറബി ഭാഷ കൊണ്ടോ അല്ലെങ്കിൽ ഈ ആയത്തിന്റെ ബാഹ്യാർത്ഥം കൊണ്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാകുക എന്തേ ഉള്ളൂ, അവനവന്റെ കാര്യം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കുകയാണ്, വഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. എന്തുകൊണ്ടാണ് സ്വഹാബികൾ വിശദീകരിക്കുന്നത്? ഹദീസ് പറഞ്ഞുകൊണ്ടാണ്. ഖുർആനിനെ ഹദീസ് കൊണ്ടാണ് സലഫുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ചില ആളുകൾ കാണാം, സ്വഹാബികൾ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തിനാ കേൾക്കുന്നത്, ഖുർആനും ഹദീസും ഇല്ലല്ലോ. സലഫുകൾ പറഞ്ഞ് എന്തിനാ കേൾക്കുന്നത്, ഖുർആനും ഹദീസും ഇല്ലല്ലോ. സ്വഹാബികൾ ഒരു ആയത്തിനെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ഹദീസിനെ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കണ്ടിട്ടാണ്. അത് ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. എന്നിട്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നന്നാസ ഇദാ റഅൗ അദ്വാലിമ ഫലം യഖുദു അലാ യദൈഹി. ഒരു ജനങ്ങൾ കാണാണ്, ഒരു ദുൽമ ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന ഒരുത്തനെ കാണാണ്, എന്നിട്ട് അവനെ തടയുന്നില്ല എങ്കിൽ ഇദാ റഅഉൽ മുൻകറ ഫലം യുഗയ്യിറു. മറ്റു ചില റിവായത്തിൽ ഒരാൾ എന്ത് കാണാണ്, തിന്മ കാണുകയാണ്, പക്ഷെ അവനതിനെ തടയാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. യൂഷികു അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ ഇൻദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള ശിക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും മൊത്തമായി ബാധിപ്പിക്കുന്നത് അടുത്തിട്ടുണ്ട്. അഥവാ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നടന്നിട്ടില്ല എങ്കിൽ ആ സമൂഹത്തിനുണ്ടാവുന്ന ശിക്ഷ അവിടെ മൊത്തമായിട്ടായിരിക്കും ഉണ്ടാവുക. ഒരാൾക്ക് മാത്രമാവൂല, തിന്മ ചെയ്യുന്നവർക്ക് മാത്രമാവൂല. തിന്മ ചെയ്യാത്ത നല്ല ആളുകളുണ്ട്, അവനവന്റെ കാര്യം നോക്കി നടന്നാൽ പോരാ. ആളുകളെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. അതിന്റെ മസ്ലഹത്തും മഫ്സദത്തും ഹിക്മത്തും നോക്കിയിട്ട് ഓരോരുത്തരും അവന്റെ കഴിവിന്റെ പരമാവധി അത് ചെയ്യേണ്ടത് അവനവന്റെ മേലബാധ, അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള ശിക്ഷ വരിക. അതായത് സ്വന്തമായിട്ടുള്ള അമല് കൊണ്ട് ആമായിട്ടുള്ള ശിക്ഷ തടയപ്പെടൂല. സ്വന്തം അമലുകൾ കൊണ്ട് ആമായിട്ടുള്ള ശിക്ഷ തടയപ്പെടൂല. അതിനെന്ത് വേണം? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. അതുപോലെ മറ്റൊരു അസർ ഇമാം അഹ്മദ് അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയാണ്, തൂഷികുൽ ഖുറാ അൻ തഖറബ വഹിയ ആമിറത്തുൻ. ഒരു നാട്, നല്ല കെട്ടിടങ്ങളും എല്ലാ രീതിയിലും നിൽക്കുന്ന നാട്, അത് നശിക്കാനായിട്ടുണ്ട്. ഖീല വകൈഫ തഖറബു വഹിയ ആമിറത്തുൻ. അത് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ എങ്ങനെ നശിക്കുക? ഖാല ഇദാ അലാ ഫുജ്ജാറുഹാ അബ്റാറഹാ. അതിൽ നല്ല ആളുകളെക്കാൾ പുണ്യം ചെയ്യുന്ന ആളുകളുടെ മേലെ തെമ്മാടികൾക്ക് അധികാരമുണ്ടാകുന്ന അവസ്ഥയുണ്ടായാൽ, വസാദൽ ഖബീലത മുനാഫിഖുഹ, അവരുടെ കബീലകളെ, ഗോത്രങ്ങളെ മുനാഫിക്കൾ നേതൃത്വം വഹിച്ചാൽ, അതവരവരുടെ നേതാക്കളായി മാറിയാൽ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരു നാട് നശിക്കാൻ തന്നെ അത് കാരണമാകും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ ഇമാം അഹ്മദ് പറയാണ്, മിൻ ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, മറ്റൊരു ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വമുഹഖറാത്തിദ് ദുനൂബ്, ചെറിയ തിന്മകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹുന്ന യജ്തമിഉന അലാ റജുലി ഹത്താ യഹ്ലിക്നഹു, അത് ഒരാളുടെ മേലെ ഒരുമിച്ച് കൂടി അത് അവനെ നശിപ്പിച്ചു കളയും. ചെറിയ തിന്മകൾ ചെറുതല്ലേ എന്നോർത്ത് നിസ്സാരമായി നമ്മൾ കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഒരു നാട്ടിലെ ആളുകൾ ഇറങ്ങി അവർ കുറെ വിറകുകൾ ഓരോരുത്തർ കൊണ്ടുവന്ന് കത്തിച്ച് അത് വലിയൊരു തീയാകുന്നത് പോലെ അത് വലിയ അപകടമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് മാറും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് സ്വഹീഹ് ബുഖാരിയിൽ കാണാം, ഇന്നകും ലതഅലമൂന അമാലൻ ഹിയ അദഖു ഫീ ഐനികും മിന അശ്ശഅർ. നിങ്ങൾ ചില കാര്യങ്ങൾ കാണും, ചില പ്രവർത്തനങ്ങൾ, ചില തിന്മകൾ, അത് നിങ്ങൾക്ക് ചിലപ്പോ ഒരു രോമത്തിനേക്കാൾ നിസ്സാരമായതായിരിക്കും, ഒരു രോമത്തിനേക്കാൾ നിസ്സാരമായതായിരിക്കും. ഇൻ കുന്നാ ലനഉദ്ദുഹാ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്. പക്ഷേ ഞങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് കണക്കുകൂട്ടിയിരുന്നത് വൻപാപമായിട്ടായിരുന്നു. നമ്മൾ ഇന്ന് നിസ്സാരമായി കാണുന്ന ഒരു കാര്യം സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് കണക്കുകൂട്ടിയിരുന്നത് ഒരു വൻപാപമായിട്ടായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാം. നമ്മുടെ അശ്രദ്ധ എത്രത്തോളമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ വഫി സഹീഹൈൻ, സഹീഹ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, മിൻ ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ
അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ദിബത് ഇംറഅത്തുൻ ഫീ ഹർറത്തിൻ സജനത്ഹാ ഹത്താ മാതത്. ഒരു പെണ്ണ്, ആ പെണ്ണ് ഒരു പൂച്ചയുടെ വിഷയത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ പെണ്ണ് ചെയ്തത്? ആ പൂച്ച ചത്തുപോകുന്നത് വരെ അതിനെ തടവിലാക്കി വെച്ചു. ഫദഖലത് النار, അവൾ നരകത്തിൽ പ്രവേശിച്ചു. ലാ ഹിയ അത്അമത്ഹാ വലാ സഖത്ഹാ, അവൾ ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. വലാ ഹിയ തറകത്ഹാ തഅകുലു മിൻ ഖശാശിൽ അർദ്, എന്നാ ഭൂമിയിൽ അതിന് യഥേഷ്ടം സഞ്ചരിച്ച് തിന്നാനുള്ള സൗകര്യം കൊടുത്തില്ല, കെട്ടിയിട്ട് പട്ടിണി കിട്ടത് കൊണ്ട് ആ പെണ്ണിനെ നരകത്തിലാക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയം, എത്ര ഗൗരവമുള്ള വിഷയം. ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുക, പക്ഷെ നരകപ്രവേശനത്തിന് കാരണമാകുന്ന കാര്യമാണ്. അപ്പൊ തിന്മകൾ നമ്മൾ അധികരിക്കുന്നത് നമുക്ക് വലിയ ദോഷമാണ് ജീവിതത്തിൽ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ ഇന്ന് നിസ്സാരമായ തിന്മകളല്ലേ ചെയ്യുന്നത്. ഇന്നല്ല, 10 വർഷം കഴിഞ്ഞ് അത് അധികരിച്ച് എവിടെയാണ് നമ്മൾ എത്തുക എന്ന് പറയാൻ പറ്റില്ല. ഒരു ഹില്യയിൽ അബൂ നുഐം റഹിമഹുല്ലാ അദ്ദേഹം കൊടുക്കാൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, ഫി യൗമിൻ വാഹിദിൻ തറക ബനൂ ഇസ്രായീല ദീനഹും, ഒരൊറ്റ ദിവസം കൊണ്ടാണോ ബനൂ ഇസ്രായേലുകൾ ദീൻ ഒഴിവാക്കിയത്? അവരവരുടെ ദീൻ ഒഴിവാക്കിയത് ഒരൊറ്റ ദിവസം പെട്ടെന്നാണോ എന്ന് ചോദിച്ചു. ഖാല ലാ, അല്ല, വലാകിന്നഹും കാനൂ ഇദാ ഉമിറൂ ബിശൈഇൻ തറകൂ, എന്തായിരുന്നു? അവർ ഒരുപാട് കാലം അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവര് ഒഴിവാക്കി. വഇദാ നുഹൂ അൻ ശൈഇൻ റകിബൂഹു, അവരോട് വിരോധിച്ച കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്തു. ഹത്തൻസലഖൂ മിൻ ദീനിഹിം കമാ യൻസലഖു റജുലു മിൻ ഖമീസിഹി, ഒരാൾ അവന്റെ വസ്ത്രം ഊരിയിടുന്നത് പോലെ അവരിൽ നിന്ന് അവരുടെ ദീന് ഒഴിവാക്കപ്പെടുകയാണ് ഉണ്ടായത്. അതായത് തിന്മകൾ എത്രത്തോളം നമ്മൾ തുടർന്നു പോകുന്നുവോ അത് അവസാനം നമ്മളെ കുഫറിലേക്ക് എത്തിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക, ദീന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇന്ന് നമ്മൾ ചെയ്യുന്നതാവില്ല അതിന്റെ നാളത്തെ ഫലം. ഇന്ന് നമ്മൾ വിചാരിക്കും, ഞാൻ ചെയ്തു, ഞാൻ തൗബ ചെയ്തല്ലോ, അത് മാറിപ്പോയല്ലോ. പക്ഷേ പിശാച് ചെറിയ ചെറിയ തിന്മകൾ ചെയ്ത് വലുതിലേക്ക് നമ്മൾ എത്തിക്കാൻ നമ്മളെ ശ്രദ്ധിച്ചാൽ മതി. തിന്മക്ക് അടിമപ്പെട്ട ഒരാൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവൻ അടിമപ്പെടുന്ന ഒരു തിന്മ അതിന്റെ തുടക്കത്തിൽ അവൻ എത്ര നിസ്സാരമായിരുന്നു എന്നുള്ളത്. തുടക്കത്തിൽ ചിലപ്പോ അത് കുറച്ച് ഒരു ചെറിയ അംശം മതിയാവും. എന്തെങ്കിലും ലഹരി ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാമുകളാവട്ടെ, കേൾക്കുന്നാവട്ടെ, കാണുന്നാവട്ടെ, അതിൽ കുറച്ച് തന്നെ അവന് ഭയങ്കര കുറ്റബോധം ഉണ്ടായിരിക്കും. പക്ഷെ അടുത്ത തവണ അതിൽ കൂടുതലായാലും അവന് കുറ്റബോധം കുറയും. പിന്നെ എത്ര കൂടിയാലും കുറ്റബോധം കുറഞ്ഞുകൊണ്ടിരിക്കും. അത് തിന്മയുടെ ഒരു രീതിയാണ്. അവസാനമാണ് അത് നാശത്തിലേക്ക് എത്തിക്കുക. പിശാചിന് തിന്മ ചെയ്യിക്കുക എന്നുള്ളത് ഒരുത്തനെ നരകത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണ്. ഇവൻ കുറെ തിന്മ ചെയ്ത് പശ്ചാത്തപിച്ചത് മടങ്ങിയതുകൊണ്ട് പിശാചിന് ദുനിയാവിലൊരു നേട്ടമില്ല. പിശാചിന്റെ ലക്ഷ്യം കുഫറിലും ഷിർക്കിലുമായി നരകത്തിൽ എത്തിക്കുകയാണ്. അത് അറിയിക്കുന്ന ഒരു അസലാണ്. വമിൻ ഹാഹുന ഖാല ബഅദു സലഫ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. സലഫുകൾ പറയാറുണ്ട്, അൽ മആസി ബരീദുൽ കുഫർ, തിന്മകൾ എന്നുള്ളത് കുഫറിന്റെ സന്ദേശകന്മാരാണ്, അഥവാ കുഫറിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. ഏതുപോലെ കമാ അന്നൽ ഖുബ്ലത ബരീദുൽ ജിമാ, ചുംബനങ്ങൾ വ്യഭിചാരത്തിലേക്ക് അല്ലെങ്കിൽ ആ ബന്ധത്തിലേക്ക് എത്തിക്കുന്നത് പോലെ, വൽഗനാഉ ബരീദു സിന, സംഗീതം വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്നത് പോലെ, വന്നദറു ബരീദുൽ ഇശ്ഖ്, നോട്ടം ഇശ്ഖിലേക്ക് എത്തിക്കുന്നത് പോലെ, വൽമർദു ബരീദുൽ മൗത്ത്, രോഗം മരണത്തിലേക്ക് എത്തിക്കുന്നത് പോലെ. ഈ ഓരോ കാര്യങ്ങളും മറ്റൊന്നിലേക്കുള്ള വഴിയായിട്ട് എത്തിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെയാണ് തിന്മകൾ ഒരാളെ കുഫറിലേക്ക് എത്തിക്കുമെന്ന്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ള ഷഹ്വതു സ്വാബൂനു ശുബ്ഹ, ഷഹ്വത്തുകൾ എന്നുള്ളത് ശുഭത്തിനുള്ള സോപ്പാണ്. അതായത് അതിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാനുള്ള ഒരു മാർഗമാണ് ഷഹ്വത്തുകൾ എന്നുള്ളത്. നോക്കി ഇന്ന് ആളുകൾ, നമ്മുടെ സമൂഹത്തിലുള്ള നിരീശ്വരവാദം പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്വവർഗരതി പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ലിബറലിസം പറയുന്ന ആളുകൾ, അതുപോലെയുള്ള ഏതൊക്കെ വാദങ്ങൾ പറയുന്ന ആളുകളോ, അവർക്കെല്ലാം അവരുടെ ഷഹ്വത്തുകൾക്കും ഇച്ഛകൾക്കും കീഴ്പ്പെട്ടുകൊണ്ട് അതിന് ഇസ്ലാം തടസ്സമാണ്, അതിന് ദീന് തടസ്സമാണ്, അതിന് ദീനിന്റെ നിയമങ്ങൾ തടസ്സമാണ്. അപ്പൊ ഇതിനെ എതിർക്കല്ലാതെ വേറെ വഴിയില്ല. അവർക്ക് സുഖം എന്താണ്? കുഫറാണ്. ഞങ്ങൾ അതിനെ നിഷേധിക്കുന്നു എന്ന് പറയലാണ്, അതിൽ മുഴുകലാണ്. അതുകൊണ്ട് ഈ തിന്മകളുടെ അനന്തര ഫലങ്ങളെ നാം ഗൗരവത്തിൽ തന്നെ കാണണം. ഇൻഷാ അല്ലാഹ് ഇതിൽ ഓരോന്നും ഇനി വരുന്ന ബാബുകളിൽ തിന്മയുടെ ഓരോ അപകടങ്ങളെയും എണ്ണി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. വളരെയധികം ചിന്തിക്കുന്നവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ, ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ഓരോ തിന്മകൾ കൊണ്ടും നമുക്കുണ്ടാവുന്ന നഷ്ടങ്ങളെ, ദീനിലും ദുനിയാവിലും പരലോകത്തും ഉണ്ടാകുന്ന നഷ്ടങ്ങളെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക്
അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.